Welcome to MAPRA YouTube News. ഈ പറയുന്ന കോൺഗ്രസ്സിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല. ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? നിങ്ങൾ വന്ന തെളിവുകളും ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത്? ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. വെറും ഭീഷണിയല്ല, നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി. അതുകൊണ്ട് നിസ്സഹായിയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത്. ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം. ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം, യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ, അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവർ കണ്ടോളണം. മതി 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 ഇതൊന്നും ഒരു തരത്തിലും യേശുന്നൊരു കാര്യമല്ല. ശബരിമലയുടെ പ്രശ്നത്തിൽ അവിടെ നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യമാണ്. ആ കാര്യത്തിൽ സർക്കാർ കർക്കശമായ നിലപാടാണ് എടുത്തത്. ഈ സർക്കാരായിരുന്നില്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇത്ര കൃത്യതയോടെയുള്ള നടപടികൾ ഉണ്ടാകില്ല എന്ന് വിശ്വാസികളെല്ലാം ഉറപ്പായി കരുതുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾക്ക് വിശ്വാസികളുടെ ആകെ പിന്തുണ ലഭ്യമാകുന്നത്. പക്ഷേ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്താനാണ് BJPയും UDFും ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ഇക്കാര്യത്തിൽ ഒരേ വണ്ടിയിൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ചാണ് ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പൊ ചെയ്തത് എന്താ? അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായ മുൻ CPMന്റെ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ പരാതി അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയത് നവംബർ 27-ാം തീയതിയാണ്. പരാതി പോലീസിന് നൽകിയത് ഡിസംബർ 2-നാണ്. കേസെടുത്തത് ഡിസംബർ 8-നാണ്. 13 ദിവസം ഇത് എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചത്? 12-13 ദിവസം എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തിവെച്ചത്? ഒരു MLAക്കെതിരെ ഈ പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ നേരെ പോലീസിലേക്ക് ഫോർവേഡ് ചെയ്തല്ലോ. ഞാൻ അതിനകത്ത് തെറ്റു പറയില്ല, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ ഒരു MLAയെ കുറിച്ച് പരാതി കിട്ടിയപ്പോൾ അപ്പൊ തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. പക്ഷെ മുൻ ഇടതുപക്ഷ MLAക്കെതിരായിട്ട് ഒരു സ്ത്രീ പരാതി കൊടുത്തപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തിനാണ് 12-13 ദിവസം അദ്ദേഹം പൂഴ്ത്തിവെച്ചത്? അപ്പൊ എന്ത് ഇരട്ട നീതിയാണ് പൂഴ്ത്തിവെച്ചത്. പിന്നെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് മുഴുവൻ സ്ത്രീലമ്പടന്മാരാണ്. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേര് ലൈംഗിക അപവാദ കേസുകളിൽ പെട്ട എത്ര പേർ മന്ത്രിസഭയിലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കും. ഞാൻ പറയണം, ഞാൻ അവരുടെ പേരൊന്നും എണ്ണി നോക്കണം. അദ്ദേഹം MLAമാരുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, പിന്നെ മന്ത്രിസഭയിൽ, പിന്നെ MLAമാരുടെ ഇടതുപക്ഷ MLAമാരുടെ കൂട്ടത്തിൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇത്തരം പ്രസ്താവനകൾ കോൺഗ്രസിനെതിരെ നടത്തും. കോൺഗ്രസിന്റെ മുമ്പിൽ ഇത്രയും വിഷയം വന്നപ്പോൾ ഞങ്ങളത് ഭംഗിയായിട്ടാണ് അത് ചെയ്തു തീർത്തത്. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ ജയിൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞു, ജയിൽ സമരവുമായി ബന്ധപ്പെട്ട് VM സുധീരനെതിരായും PK കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായും അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്താണ്. 2017 ഒരു വലിയ സമരം നടന്നു. Thank you.